الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله وكان الله غفورا رحيما. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പുതിയ ഒരു ഹിജറ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2-3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഹിജറ 1448 നാം പ്രവേശിക്കുകയാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിവിധ ആരാധനകൾ അത് ക്രമപ്പെടുത്തിയിട്ടുള്ളത്, അതിൻ്റെ സമയവും രീതിയുമെല്ലാം ക്രമപ്പെടുത്തിയിട്ടുള്ളത്, അള്ളാഹു നിയമമാക്കിയിട്ടുള്ളത് ഹിജറ വർഷത്തിൻ്റെയും മാസത്തിൻ്റെയുമെല്ലാം അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ലോക വ്യാപനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള ഹിജറ എന്ന മഹാസംഭവം മുസ്ലിങ്ങൾക്ക് എന്നും പാഠവും പ്രചോദനവുമാണ് എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുക. ഇസ്ലാമിക ചരിത്രത്തിലെ അവിസ്മരണീയമായ രംഗങ്ങൾ അരങ്ങേറിയിട്ടുള്ള ഒരു ചരിത്രമാണ് ഹിജറക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ളത്. തങ്ങൾ വിശ്വസിച്ച ആദർശത്തിന് വേണ്ടി നാടും വീടും സ്വന്തക്കാരെയും ബന്ധക്കാരെയും സമ്പാദ്യങ്ങളെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയിട്ടുള്ള ഹിജറ ഇസ്ലാമിക ചരിത്രത്തിലെ കരളലയിപ്പിക്കുന്ന, കണ്ണീരൊലിപ്പിക്കുന്ന സംഭവമാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഹിജറ പോയിട്ടുള്ള ആളുകളെയും അവരെ സഹായിച്ചിട്ടുള്ള ആളുകളെയും പ്രശംസിക്കുകയും അവരുടെ തൗബ അവരുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുകയും അവരെ അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് ഖുർആനിലൂടെ അള്ളാഹു അറിയിക്കുകയുമെല്ലാം ചെയ്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ ഒരു വചനത്തിലൂടെ അള്ളാഹു പറയുന്നു, അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്നിട്ടുള്ള ആളുകളും അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സർവവും വെടിഞ്ഞുകൊണ്ട് ഹിജറ പോയിട്ടുള്ള ആളുകളും അവരെ മദീനയിൽ വെച്ചുകൊണ്ട് സഹായിച്ചിട്ടുള്ള ആളുകളും ഈ ആദർശത്തെ പിൻപറ്റുന്ന ആളുകളുമെല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ചിട്ടുള്ള ആളുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ സൂറത്തു തൗബയിലെ മറ്റൊരു വചനത്തിൽ ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെയും അതുപോലെ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും തൗബ അവൻ സ്വീകരിച്ചിരിക്കുന്നു. ജീവിതകാലത്തു തന്നെ അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. കാരണം അതിനുമാത്രം ശ്രദ്ധേയമായ ശ്രേഷ്ഠമായ മഹത്തരമായ കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയ സൂറത്തു നിസായിലെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്കും അവന്റെ ദൂതരിലേക്കും ഹിജറ പോയിട്ടുള്ള ആളുകൾ അവർ സുമ്മ യുദ്രിക്കുഹുൽ മൗതു, ആ യാത്രക്കിടയിൽ അവർക്ക് മരണം വരിക്കേണ്ടി വന്നാൽ പോലും ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് പ്രതിഫലം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, അത് ലഭിക്കുന്നതാണ് എന്ന് ഖുർആൻ പറയുകയാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിക്കുകയും അവരുടെ പാപങ്ങൾ ജീവിതകാലത്തു തന്നെ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അവരെ അറിയിക്കുകയും അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അറിയിക്കുകയും ചെയ്ത അത്രക്ക് ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഹിജ്റ എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കൊടിയ പീഡനങ്ങളും പരീക്ഷണങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ള അവരുടെ മക്ക ജീവിതകാലം 13 വർഷക്കാലത്തെ മക്ക ജീവിതകാലത്തെ ചരിത്രങ്ങൾ അയവിറക്കേണ്ടതു തന്നെയാണ്. വിശ്വാസത്തിന് വേണ്ടി അവർ സഹിക്കേണ്ടി വന്നിട്ടുള്ള ആ കൊടിയ പീഡനങ്ങൾ. ബിലാൽ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന അദ്ദേഹം ഉമയ്യത്തിന്റെ അടിമയായി ജീവിക്കുന്ന സമയത്ത് പ്രവാചകന്റെ ശബ്ദം കേൾക്കാൻ ഇടവരികയും അദ്ദേഹത്തിന്റെ ദഅവത്ത് അത് സത്യത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ആ സത്യം ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറായതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ അദ്ദേഹം ഏൽക്കേണ്ടി വന്നു എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഉമയ്യത്ത് ഒരുപാട് ഓഫറുകൾ നൽകി, എനിക്ക് നാണക്കേടാണ്, നീ എൻ്റെ അടിമയായി ജീവിക്കുന്ന സമയത്ത് ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് നീ അത് ഉപേക്ഷിക്കുകയാണ് എങ്കിൽ നിന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാം, ഒരുപാട് പാരിതോഷികങ്ങൾ നിനക്ക് നൽകാം, നിനക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ നൽകാം എന്നൊക്കെ പറഞ്ഞിട്ടും ഈ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയാൻ ബിലാൽ റളിയല്ലാഹു അൻഹു തയ്യാറായില്ല. അവസാനം അദ്ദേഹം സ്വീകരിച്ച മാർഗം പീഡനമായിരുന്നു. ചാട്ടവാറുകൾ കൊണ്ട് പ്രഹരിക്കുകയുണ്ടായി, നെഞ്ചത്ത് കല്ലെടുത്ത് വെച്ചുകൊണ്ട് മണലിലൂടെ വലിച്ചഴക്കുകയുണ്ടായി. ചുറ്റിലുമുള്ള ആളുകൾക്ക് കണ്ട് സഹിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ക്രൂര പീഡനങ്ങൾക്ക് വിധേയനാകുന്ന ഈ ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചരിത്രത്തിൽ അദ്ദേഹം പ്രതികരിച്ച പ്രതികരണം നമുക്ക് കാണാവുന്നതാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു, ബിലാൽ, നീ ഒരു അടിമ മാത്രമാണ്, നിന്നെ ഈ മർദ്ദനത്തിനിടയിൽ നീ കൊല്ലപ്പെട്ടാൽ പോലും ചോദ്യം ചെയ്യുവാനോ അന്വേഷിക്കുവാനോ ആരും ഉണ്ടാവുകയില്ല. അതിനാൽ
നീ പിന്മാറിക്കളയൂ, നീ ഒഴിവായി, ഞാൻ ഇസ്ലാമിൽ നിന്ന് ഒഴിവായി എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. എന്നാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നത്. ഈ ബഹുദൈവാരാധനയെയും ബിംബാരാധനയെയുമാണോ ഞാൻ മതമായി ഇഷ്ടപ്പെടേണ്ടത്? എന്റെ സൃഷ്ടാവായ രക്ഷിതാവ് എനിക്ക് നേർവഴി കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ പീഡനങ്ങൾക്കിടയിൽ ഞാൻ മരണപ്പെട്ടാൽ പോലും ഞാനത് ഗൗനിക്കുന്നില്ല. ഉമയ്യത്തിന്റെ ചാട്ടവാർ അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും എന്റെ ശരീരത്തിൽ ആഞ്ഞാഞ്ഞു പതിക്കുകയും ചെയ്യുമ്പോൾ എളിയവനായ ഈ ബിലാൽ മനസ്സിലാക്കുന്നത് ആ ഓരോ അടിക്കും അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് പ്രതിഫലം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് എന്ന് പറഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ വിശ്വസിച്ചതിന്റെ പേരിൽ ഖബ്ബാബുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളെ പീഡിപ്പിച്ചതിന്റെ കൂട്ടത്തിൽ ഇരുമ്പ് പഴുപ്പിച്ച് അവരുടെ പുറത്ത് വെക്കുകയും അങ്ങനെ കൊടിയ പീഡനങ്ങൾക്ക് വിധേയരാക്കുകയും ഒരു കൈവിരലങ്ങോട്ട് കിടക്കാൻ മാത്രമുള്ള രൂപത്തിൽ അവിടെ ശരീരത്തിൽ ഈ മാംസം കരിഞ്ഞുകൊണ്ട് ദ്വാരമുണ്ടാവുകയും ചെയ്ത ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങി അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള ഒരു സാവകാശവും സൗകര്യവുമായിരുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോവുക എന്നുള്ളത്. നമുക്കറിയാവുന്നതാണ്, പരീക്ഷണങ്ങൾ എത്രത്തോളം ഏറ്റുവാങ്ങുന്നുവോ അത്രത്തോളമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം തിളങ്ങി ഏറ്റവും നല്ല അവസ്ഥയിലേക്കായിത്തീരുകയുള്ളൂ എന്നത് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലും ഒരു മക്ക ജീവിത കാലഘട്ടം ഉണ്ടാവണം. ഒരു വിശ്വാസി അവൻ മക്ക ജീവിത കാലഘട്ടത്തെ കുറിച്ച് അറിയുന്നവനും ആ മക്ക ജീവിത കാലഘട്ടത്തിലെ അവസ്ഥകൾ അനുഭവിച്ചവനുമാകണം. അപ്പോഴാണ് മദീന ജീവിത കാലഘട്ടത്തെ കുറിച്ചുള്ള ആ ആശ്വാസത്തിന്റെ സാവകാശത്തിന്റെ ആ ദിനങ്ങളെക്കുറിച്ച് അത് ആസ്വദിക്കുവാൻ അവന് അവകാശമുണ്ടാവുകയുള്ളൂ. ഈ ചരിത്രങ്ങളൊക്കെ നാം കേൾക്കുന്ന സമയത്ത് നമ്മളും ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ദീൻ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, ഷഹാദത്ത് കലിമ ഞാൻ ഉച്ചരിച്ചിട്ടുണ്ട്, ഒരു മുസ്ലിമായി ഞാൻ ജീവിക്കുന്നുണ്ട്. എന്താണ് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഞാൻ സഹിച്ചിട്ടുള്ളത്? എന്താണ് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഞാൻ ത്യജിച്ചിട്ടുള്ളത്? ഏത് പരീക്ഷണങ്ങളെയാണ് എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത്? ശാരീരികമായി, സാമ്പത്തികമായി, സാമൂഹികമായി ഏതെല്ലാം രൂപത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് എന്ന ഒരു ചിന്ത നമ്മുടെ ആലോചനയിൽ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെയുണ്ടാകുമ്പോഴാണ് വിശ്വാസത്തിന്റെ വില മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുമ്പോൾ അവിടെ മുഹാജിറുകളാകുമ്പോൾ മാത്രമേ അൻസാറുകളെ സംബന്ധിച്ച് പറയാനും ചർച്ച ചെയ്യുവാനുമുള്ള അവകാശമുണ്ടാവുകയുള്ളൂ. മുഹാജിറുകളാകണം ജീവിതത്തിൽ. നമ്മളൊക്കെ ജീവിതത്തിൽ മുഹാജിറുകളാകണം. അൻസാറുകൾ സ്വാഭാവികമായും നമ്മോടൊപ്പം ഉണ്ടാവുന്നതാണ്. ആ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. മക്കയിൽ നിന്നുള്ള മദീനയിലേക്കുള്ള ഹിജറ അത് അവസാനിച്ചു കഴിഞ്ഞു, അതിനി ഉണ്ടാവുകയില്ല. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഈ ഹിജറയെ ചരിത്രപരമായ ഹിജറ എന്നും ആത്മീയമായ ഹിജറ എന്നും രണ്ടായി വേർതിരിക്കുന്നത് കാണാം. ചരിത്രപരമായ ഹിജറ അത് കഴിഞ്ഞുപോയി, അതിന്റെ ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. അതിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളുകയും ഒരു മുസ്ലിമായി ജീവിക്കുവാനുള്ള പ്രചോദനം നാം അതിൽ നിന്ന് ആർജിച്ചെടുക്കുകയും ചെയ്തു.
എന്നാൽ അവിടെ അവശേഷിക്കുന്നത് ആത്മീയമായ ഹിജറയാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതാണ് ഇനി ലോകാവസാനം വരെയുണ്ടാകുന്ന ഹിജറ എന്നത്. ആ ഹിജറ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചിട്ടുള്ള മദ്യപാനത്തിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന്, ചൂതാട്ടത്തിൽ നിന്ന്, ലഹരിയിൽ നിന്ന്, അതുപോലെയുള്ള ഏതെല്ലാം വിരോധിക്കപ്പെട്ട കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നത് അവന്റെ ഹിജ്റയുടെ ഭാഗമായിട്ടും, അങ്ങനെ വിട്ടുനിൽക്കുന്ന ആളുകൾ ഈ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എങ്കിൽ അത് ഒരു ഹിജ്റക്ക് സമാനമായി പ്രതിഫലം ലഭിക്കുന്ന കാര്യമായിട്ടും പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു വരികയാണ്. അങ്ങനെ ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ ആരാധിച്ചും അവന്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടും ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വിശ്വാസികൾ വളർന്നു വരേണ്ടതുണ്ട് എന്ന് ഈ ചരിത്ര സംഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു വരികയാണ്. ഹിജറ എന്ന് പറയുന്നത് വെടിയലാണ്. ഹജറ എന്ന് പറഞ്ഞാൽ വെടിഞ്ഞു, ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഹിജറ എന്ന് പറയുന്നത് സർവവും വെടിയലാണ്. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരുന്നുവോ അവർക്കുണ്ടായിരുന്നത്, ആ ഉണ്ടായിരുന്ന സകലത്തിനെയും വിട്ടൊഴിഞ്ഞുകൊണ്ട്, അതിനെയെല്ലാം വെടിഞ്ഞുകൊണ്ട് തങ്ങളുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര പോകലാണ്, വെടിഞ്ഞുകൊണ്ട് പോകലാണ്. ആ വെടിഞ്ഞുകൊണ്ട് പോകുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നിന്നുകൊണ്ട് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടിനെ നോക്കിക്കൊണ്ട് പറഞ്ഞ വാചകം ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. വല്ലാഹി ഇന്നകി ലഖൈറു അർളില്ലാ വ അഹബ്ബു അർളില്ലാ വലൗ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു. ആ പ്രവാചകൻ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് മക്ക രാജ്യത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, അള്ളാഹുവിന്റെ നാടായ ഇന്നകി ലഖൈറു അർളില്ലാ, അള്ളാഹുവിന്റെ ഏറ്റവും നല്ല നാട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടായിരുന്നു. ഇവർ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഈ നാട് വിട്ട് പുറത്തു പോകുകയില്ലായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അങ്ങനെ സ്വന്തം നാടും തങ്ങൾ ജീവിച്ചിരുന്ന നാടും ചുറ്റുപാടുകളും അത് വിട്ടുപോകാൻ ആർക്കും ഇഷ്ടമുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് കുറഞ്ഞ സ്ഥലമായിരുന്നാൽ പോലും ചുറ്റുപാടുകളും മുറ്റവും അതുപോലെയുള്ള വിശാലമായ സൗകര്യങ്ങളും പരിമിതമാണെങ്കിൽ പോലും തങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഒരിടത്ത് തന്നെ ചുറ്റുപാടുകളിൽ തന്നെ ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടുകൂടി നാം നമ്മുടെ കുടുംബവും അതുപോലെ മറ്റുള്ള ആളുകളും ബന്ധുക്കളുമെല്ലാം ഒരിടത്ത് തന്നെ കഴിഞ്ഞുകൂടുന്നത്. എന്നാൽ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു നാട്ടിൽ നിന്ന് മറ്റ് പരിചയമില്ലാത്ത ഒരു നാട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോഴുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും എത്രത്തോളമാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അതുപോലെ ഹിജറ എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. തിരിഞ്ഞു നോക്കിയാൽ അവനെ മാടി വിളിക്കുന്ന പലതും അവിടെയുണ്ട്. വിശ്വാസം ഉൾക്കൊണ്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടു, അതിന്റെ പേരിൽ നാട് വിട്ടു പോകേണ്ടി വരികയാണ്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അവനെ മാടി വിളിക്കുന്ന മക്കൾ അവിടെ ഉണ്ടായേക്കാം, അവനെ മാടി വിളിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായേക്കാം, അവനെ മാടി തിരിച്ചു വിളിക്കുന്ന മറ്റൊരുപാട് സാമൂഹ്യ ജീവിതത്തിലെ ബന്ധങ്ങളും സ്വന്തങ്ങളും അവിടെ ഉണ്ടായേക്കാം. ആ തിരിച്ചു വിളിക്കുന്ന കാര്യങ്ങളെ മുഴുവനും ഒഴിവാക്കിക്കൊണ്ടാണ് അവിടെ നിന്ന് അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നത്. ജീവിതത്തിൽ അങ്ങനെയുള്ള മധുരമുള്ള പലതിനെയും ഒഴിവാക്കിയാൽ, ആഗ്രഹമുള്ള പലതിനെയും ത്യജിച്ചാൽ, ഇഷ്ടമുള്ള പലതും കൈവടിഞ്ഞാൽ അവിടെയാണ് വിശ്വാസ സംരക്ഷണം ഉണ്ടാകുന്നത്, സ്വർഗലബ്ധി ഉണ്ടാകുന്നത് എന്ന് ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ മുഴുവനും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോരേണ്ടി വന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഫഅസല്ലഹുമ ശൈത്വാനു അൻഹാ ഫഅഖ്റജഹുമാ മിമ്മാ കാനാ ഫീ ഫഖുൽനാ ഹ്ബിതു ബഅ്ലുകും ലിബഅ്ലിൻ അദുവ് എന്നൊക്കെ പറഞ്ഞ ഖുർആൻ ആ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഏറ്റവും സുന്ദരമായ ഇഷ്ടപ്പെട്ടതെല്ലാമുള്ള ആ സ്വർഗീയാവസ്ഥ കൈവടിയേണ്ടി വന്ന
ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ നമുക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ രക്തത്തിൽ പിറന്ന തന്റെ മകനെയും അതുപോലെ തന്റെ കിടപ്പറ പങ്കിട്ട തന്റെ ഭാര്യയെയും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുള്ള നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതുപോലെ താൻ ജനിച്ചു വളർന്നിട്ടുള്ള നാടും മാതാപിതാക്കളെയും ആ സമൂഹത്തെയും എല്ലാം വെടിഞ്ഞുകൊണ്ട് നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഖാല സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ നമുക്ക് ആ കാര്യം പഠിപ്പിച്ചു തരുന്നുണ്ട്. സ്വന്തം മാതാപിതാക്കളെയും അതുപോലെ തന്നെ സഹോദരങ്ങളെയും വിട്ടെറിഞ്ഞുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് കൈവടിയേണ്ടി വന്നിട്ടുള്ള യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ചരിത്രങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ആഗ്രഹമുള്ള, നമുക്ക് ഇമ്പമുള്ള, നമുക്ക് കൗതുകമുള്ള പലതും ജീവിതത്തിൽ നിന്ന് വർജിക്കുമ്പോഴാണ്, ഉപേക്ഷിക്കേണ്ടി വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന്റെ വില അവിടെ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ വിലയോടുകൂടി മഹത്വത്തോടുകൂടി ആ ജീവിതത്തിൽ അത് അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. ഇസ്ലാമിന്റെ വളർച്ചയിലും പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും ജീവിതത്തിലും ഹിജ്റയുണ്ടാക്കിയിട്ടുള്ള വഴിത്തിരിവ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം എന്നതാണ് ഹിജ്റ നമ്മോട് ആവശ്യപ്പെടുന്നത്. അതൊരു വഴിത്തിരിവായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിന്റെ ലോക വ്യാപനത്തിന് കാരണമായി തീർന്നിട്ടുള്ള സംഭവമാണത്. അതുപോലെ ചുരുങ്ങിയ ആ നാട്ടിൽ നിന്ന്, ആളുകളെ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് വിശാലമായ സൗഹൃദത്തിലേക്കും അതുപോലെ ജീവിത വിശാലതയിലേക്കും അവർ നീങ്ങിയിട്ടുള്ള ഒരു കാലമായിരുന്നു അത്. അതുപോലെ ഹിജ്റ പ്രവാചകനിലും സ്വഹാബത്തിലും ഉണ്ടാക്കിയിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ആ മാറ്റത്തെ പോലെയുള്ള ഒരു മാറ്റം വിശ്വാസികളായ നമ്മളിലും ഉണ്ടാവണം എന്ന് ഹിജ്റ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ജീവിതത്തിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതൊക്കെ വെടിയാൻ നമ്മളും തയ്യാറാവണം. അവന് ഇഷ്ടമുള്ളത് മാത്രം സ്വീകരിക്കുവാനും പ്രാവർത്തികമാക്കുവാനും നമ്മളും തയ്യാറാവണം എന്നതാണ് ഹിജ്റ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഹിജ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ള പാഠവും അത് തന്നെയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘദൃഷ്ടിയോടെയും സമഗ്രമായ ആസൂത്രണത്തോടെയും നടത്തിയിട്ടുള്ള ആ ഹിജ്റ എന്നും 450 കിലോമീറ്ററുകളിലധികം ദൂരമുള്ള മക്കയിൽ നിന്ന് മദീന വരെ ഒരുപാട് ആയിരക്കണക്കിന് കണ്ണുകൾ തങ്ങളെ അന്വേഷിച്ചുകൊണ്ട് നടന്നിട്ടും അവിടെയൊന്നും പിടികൊടുക്കാതെ രക്ഷപ്പെട്ടുകൊണ്ട് ആ മദീനയിൽ എത്തിയിട്ടുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ ആസൂത്രണവും പ്ലാനിങ്ങും അള്ളാഹുവിന്റെ സഹായവും കൊണ്ടായിരുന്നു. അതുപോലെ ആ രൂപത്തിലുള്ള ജീവിതത്തിലുള്ള ആസൂത്രണവും പ്ലാനിങ്ങും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവുകയും ഇസ്ലാമികമായ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയും ആ ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോകുവാനും വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ എത്തിച്ചേരുന്നത് വരെയും അവന്റെ സ്വർഗം കരസ്ഥമാക്കുന്നത് വരെയും ആ ഒരു ചിന്തയും ബോധവും നമ്മുടെ മനസ്സിലുമെല്ലാം തളം കെട്ടി നിൽക്കേണ്ടതാണ്. തെറ്റുകളിൽ നിന്നുള്ള ഒരു തിരിഞ്ഞു നടത്തമാണ് ഹിജ്റ എന്ന് പറയുന്നത്. ആ വെടിയലാണ് ഹിജ്റ എന്ന് പറയുന്നത്. അങ്ങനെ തിരിഞ്ഞു നടക്കുവാനുള്ള, ഇഷ്ടമുള്ളതിൽ നിന്ന് തിരിഞ്ഞു നടക്കുവാനുള്ള ഒരു പ്രചോദനം ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ അള്ളാഹുവുമായി ഏറ്റവും കൂടുതൽ അടുക്കുവാനുള്ള താല്പര്യം നമ്മുടെയൊക്കെയും മനസ്സുകളിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാൻ ഹിജ്റയിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ചരിത്രം മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ മനസ്സുകളിലേക്ക് അങ്ങനെ ഒരു ആഗ്രഹവും പ്രതീക്ഷയും കടന്നു വരേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ജീവിത കാലഘട്ടത്തിൽ കഴിഞ്ഞുകൂടിയിട്ടുള്ള ആ അവസ്ഥ എത്രമാത്രം ദുർഘടം നിറഞ്ഞ വഴികളിലൂടെയാണ് അദ്ദേഹം നടന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നത്. സ്വന്തം മക്കളുടെ
ബന്ധുക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് കഴുത്തിലേക്ക് ചീഞ്ഞളിഞ്ഞ കുടൽമാല പോലും വലിച്ചിടപ്പെട്ട ആ സന്ദർഭം നമുക്കറിയാവുന്നതാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അനുമതി ലഭിക്കുന്നത് വരെ അവിടെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തുകൊണ്ട് തന്റെ ദഅവത്ത് പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ആ സ്വഹാബത്ത് പ്രവാചകരോടൊപ്പം നിൽക്കുകയാണ്. വിശ്വാസത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോകുന്നില്ല. എന്ത് കടുത്ത പരീക്ഷണങ്ങളായിരുന്നാലും, തീക്ഷ്ണമായ തീവ്രമായ രൂപത്തിലുള്ള മർദ്ദനങ്ങളായിരുന്നാലും, ആ വിശ്വാസികളിൽ ഒരാൾ പോലും അവരുടെ ജീവിതത്തിൽ നിന്ന് വിശ്വാസത്തെ കൈവിട്ടുകൊണ്ട് അവർ പുറകോട്ട് പോകുന്നില്ല. ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളെ കുറിച്ച് നമുക്കറിയാം. പാവപ്പെട്ട ആളുകളായിരുന്നു, ദരിദ്രരായ ആളുകളായിരുന്നു, അവലംബമില്ലാത്ത ആളുകളായിരുന്നു. എന്നിട്ട് കൂടി ദീനിന്റെ വഴികളിലേക്ക് അവർ ചേക്കേറിയതിനു ശേഷം ഒരിക്കൽ പോലും ഇതൊന്ന് ഒഴിവാക്കണം എന്ന ചിന്ത അവരുടെ മനസ്സുകളിലേക്ക് ഉണ്ടായിട്ടില്ല. ഈ ഒരു രൂപത്തിലുള്ള ആലോചനയും അത് പ്രാവർത്തികമാക്കുന്ന ഒരു രീതിയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. വിശ്വാസം എന്ന് പറയുന്നത് വെറും ഒരു പ്രഖ്യാപനം മാത്രമല്ല, ആമന്ന എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം മാത്രമല്ല. മാതാപിതാക്കളുടെ, മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു എന്നതുകൊണ്ടും പൂർണാർത്ഥത്തിൽ ഒരാൾ വിശ്വാസിയായി തീരുകയില്ല. വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകൾ, അവർ പറയുന്നു ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്, വമാ ഹും ബിമുഅ്മിനീൻ. എന്നാൽ ഖുർആൻ പറയുന്നത് അവർ വിശ്വാസികളായിട്ടില്ല എന്നാണ്. എന്തുകൊണ്ടാണ് അവർ ഖുർആൻ അങ്ങനെ പറയുന്നത്? അവർ നാവ് കൊണ്ട് മാത്രമേ വിശ്വാസം പ്രഖ്യാപിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അവരുടെ കുടുംബപരമായി മാത്രമേ അവർ ഇസ്ലാമിലേക്ക് എത്തിയിട്ടുള്ളൂ. അവരുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് അത് കടന്നു ചെന്നിട്ടില്ല. ഇനി കേവലം ചില ഇബാദത്തുകൾ ചെയ്തു എന്നതിന്റെ പേരിൽ അവർ വിശ്വാസികളുടെ ഭൂമികയിൽ പെടുമോ? അതുമില്ല. നമസ്കരിക്കുന്നു, എപ്പോഴെങ്കിലുമൊക്കെ നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ റമദാൻ മാസം വരുമ്പോൾ ഒരു നോമ്പ് നോൽക്കുന്നു, ഇങ്ങനെ എപ്പോഴെങ്കിലും ചില ആരാധനകൾ നിർവഹിക്കുന്നു എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ പട്ടികയിൽ നമ്മെ ഉൾപ്പെടുത്തുമോ? അതുമില്ല. നമസ്കരിക്കുന്ന ആളുകളെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്, അവർക്ക് നാശമാണ് എന്ന്. അപ്പോ നമസ്കരിച്ചിട്ടും ആ നമസ്കാരത്തിന്റെ ഗുണഫലങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല എന്നാണ്. അപ്പൊ ഒരു വിശ്വാസം എന്നത് കേവലം ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. അത് എവിടെയെങ്കിലും കണക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല. ഇപ്പൊ സെൻസസ് വരാൻ പോകുന്നുണ്ട്, അതിൽ ജാതി സെൻസസ് ആണ് കടന്നു വരുന്നത്. അവിടെയെല്ലാം മുസ്ലിമാണ് ജാതി എന്ന ഒരു കണക്കിന് വേണ്ടിയിട്ടുള്ളതല്ല. അതുപോലെ തന്നെ ആ പ്രഖ്യാപനം പ്രഖ്യാപിച്ച് ഏതെങ്കിലും ചില കാര്യങ്ങൾ മാത്രം ജീവിതത്തിലൂടെ നിർവഹിച്ച് പൂർത്തീകരിക്കാനുമുള്ളതല്ല. മറിച്ച് വിശ്വാസം പ്രഖ്യാപിച്ച ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ നിധി ഈ വിശ്വാസമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. ഞാൻ ചൊല്ലിയിട്ടുള്ള, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ള ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്, അതിനോളം അമൂല്യമായ വേറൊന്നും എൻ്റെ അടുക്കലില്ല. എൻ്റെ സമ്പാദ്യമായിട്ട് ഏറ്റവും മുൻഗണനയായിട്ടുള്ളത് ഈ വിശ്വാസമാണ്. ആ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് നമുക്ക് വിശ്വാസപരമായി ആദ്യമായി ഉൾക്കൊള്ളുവാനുള്ളത്. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ത്യജിക്കേണ്ടി വരും. അവിടെയാണ് ഹിജ്റയുമായി ബന്ധപ്പെട്ട കാര്യം വരുന്നത്. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് നാം ചുറ്റിലും നോക്കുമ്പോൾ, നമ്മുടെ കാഴ്ച കൊണ്ട്, നമ്മുടെ കേൾവി കൊണ്ട് നാം പലതും കേൾക്കുമ്പോൾ അതിൽ പലതും നമുക്ക് കേൾക്കാൻ പറ്റാത്തതും കാണാൻ പറ്റാത്തതും നമുക്ക് അടുത്തു പോകാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാകാം. അങ്ങനെയുണ്ടാകുമ്പോൾ അതിനോടെല്ലാം വിട പറഞ്ഞുകൊണ്ട്, അകന്നു നിന്നുകൊണ്ട്, ഇതൊന്നും എനിക്ക് അടുക്കാൻ പറ്റുന്നതല്ല, എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ പറ്റുന്നതല്ല എന്ന രൂപത്തിൽ ആ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ കഴിയണം. ഈ അമൂല്യമായ നിധിയെ സംരക്ഷിക്കുവാൻ കഴിയണം. അതാണ് പ്രവാചകനിൽ നിന്നും
സ്വഹാബത്തിൽ നിന്നും ഈ ഹിജ്റയുടെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള വാതായനങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കണം. ഇസ്ലാമികമായ ജീവിത രീതികൾ പൂർണ്ണമായും അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിക്കുവാനും പ്രയാസങ്ങൾ അനുഭവിക്കുവാനും സാമ്പത്തികമായും ശാരീരികമായും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇടപെടലുകൾ നടത്തുവാനും എല്ലാം നമുക്ക് കഴിയണം. ഇങ്ങനെയൊക്കെയുള്ള ഗുണപാഠങ്ങൾ ഈ ഹിജ്റയുടെ ചരിത്രത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വശുക്രൻ ബിനിഅമതി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. 4 വർഷത്തിലൊരിക്കൽ ആവേശക്കടലായി ലോകത്തേക്ക് കടന്നു വരുന്ന ഫിഫ ലോകകപ്പ് മെക്സിക്കോയിൽ തുടക്കമായി എന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ഒരു ലോകകപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ കണ്ണുകളൊക്കെ ഇനി പന്തുരുളുന്ന മൈതാനങ്ങളിലേക്കാണ് എന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കായിക രംഗത്തെക്കുറിച്ചൊക്കെ ഇസ്ലാം എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചും നാം ആലോചിക്കേണ്ടതാണ്. ഒരിക്കലും മനുഷ്യന്റെ സാമൂഹ്യമായ ജീവിതത്തെയോ അവന്റെ അഭിരുചികളെയോ ഒന്നും തന്നെ തടയിടുന്ന ഒരു മതമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. കലക്കും കായിക രംഗങ്ങൾക്കുമെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹനം നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ശക്തനായ ഒരു വിശ്വാസിയാണ് ദുർബലനായ ഒരു വിശ്വാസിയേക്കാൾ മെച്ചപ്പെട്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കായിക രംഗത്തുണ്ടായിരുന്ന മേഖലകളെയെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ചതും നമുക്ക് കാണാവുന്നതാണ്. അമ്പെയ്ത്ത്, കുതിരസവാരി, യുദ്ധമുറകൾ, ഓട്ടമത്സരം, ഗുസ്തി, ഇതുപോലെയുള്ളതെല്ലാം പ്രവാചകന്റെ കാലഘട്ടത്തിലുമുള്ള കായിക രംഗത്തുള്ള കാര്യങ്ങളായിരുന്നു. ഇതിനെയെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ മനഃശാസ്ത്രജ്ഞന്മാരായ ആളുകൾ ഈ കായിക രംഗത്തെയെല്ലാം ആരോഗ്യത്തോടൊപ്പം അച്ചടക്കവും ലക്ഷ്യബോധവും വളർത്തുന്ന വിനോദങ്ങളായിട്ടും വിശദീകരിച്ചിട്ടുണ്ട്. പലപ്പോഴും ദുർനടപ്പുകാരനോ അതല്ലെങ്കിൽ അച്ചടക്കമില്ലാത്തതോ ആയ കുട്ടികളെ അവർ ചിലപ്പോൾ ഒരു സ്പോർട്സ് സ്പിരിറ്റുള്ള ആളുകളാണ് എങ്കിൽ അവർക്കറിയാവുന്ന സ്പോർട്സ് മേഖലകളിലേക്ക് തിരിച്ചുവിട്ടിട്ടുണ്ട് എങ്കിൽ അവരുടെ പഠനത്തിലും സ്വഭാവത്തിലുമൊക്കെ അങ്ങേയറ്റത്തെ മാറ്റമുണ്ടാകും എന്ന് വിദ്യാഭ്യാസ വിചക്ഷണന്മാരായ ആളുകൾ പറയുകയും തെളിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ ശക്തിയും ഊർജവും വീര്യവുമെല്ലാം ഗുണപരമായ രൂപത്തിൽ വിനിയോഗിക്കുകയാണ് എങ്കിൽ അതിന് അവർക്ക് താല്പര്യമുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാകും. ഇപ്പൊ ഞാൻ പറഞ്ഞത് കായിക രംഗത്തെയോ കലാരംഗത്തെയോ ഒന്നും ഇസ്ലാം എതിർക്കുന്നില്ല എന്നതാണ്. പക്ഷെ അവിടെ നാം സ്വീകരിക്കേണ്ട മാർഗമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇസ്ലാമിന്റെ ചിത്രത്തിൽ നിന്ന് പുറത്തു പോകുന്ന വിധത്തിലല്ല നമ്മൾ വെടിയേണ്ടുന്ന, നമ്മൾ മുഹാജിറാവേണ്ടുന്ന,
ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അത് കായിക രംഗത്തും ഉണ്ടാകാം. അങ്ങനെയുള്ള നമ്മൾ വെടിയേണ്ട കാര്യങ്ങളെ മുഴുവനും വെടിഞ്ഞുകൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ സ്വീകരിച്ചുകൊണ്ടായിരിക്കണം അത്തരത്തിലുള്ള കാര്യങ്ങളോടുള്ള നമ്മുടെ സമീപനം. ഒരുപാട് ഫാൻസുകൾ ഉണ്ടാകാം, പല ടീമുകൾക്ക് വേണ്ടിയുള്ള ഫാൻസുകൾ ഉണ്ടാകാം. ആ ഫാൻസുകൾ പരസ്പരം തെറ്റാനുള്ളതല്ല, പരസ്പരം അകലാനുള്ളതല്ല. അവർക്ക് വേണ്ടി കൊടി പിടിക്കുന്ന സമയത്തും ഫ്ലക്സുകൾ ഉണ്ടാക്കുന്ന സമയത്തും അത് ധൂർത്താവാൻ പാടില്ല. മാന്യമായ രൂപത്തിലൊക്കെ ആവാമെങ്കിലും അതിനപ്പുറം ഇന്ന് നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മഹാധൂർത്തിന്റെ രംഗമായിട്ടാണ് ഈ ഫ്ലക്സുകളൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധങ്ങൾ പരസ്പരം അതിന് ഉലച്ചിൽ തട്ടുന്ന അവസ്ഥയും ഇതുപോലെയുള്ള മേഖലകളിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ദീനീപരമായ ചിട്ടകൾക്ക്, ആരാധനകൾക്ക്, പലപ്പോഴും ഫുട്ബോൾ എന്ന് പറയുന്നത് അല്പസമയമാണ് എങ്കിലും പല ക്രിക്കറ്റുകളൊക്കെ വരുമ്പോൾ നേരം പുലർന്ന് വൈകുന്നേരമാകുന്നത് വരെയും അതിനുശേഷവും ഒക്കെ നീണ്ടു നിൽക്കുന്ന സമയങ്ങളിൽ അതിൽ ജ്വരമുള്ള ആളുകൾ നമസ്കാരം പോലും ഒഴിവാക്കുന്ന അവസ്ഥകൾ കാണാം. എന്നാൽ ഇതെല്ലാം അനുവദിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇസ്ലാമികമായ ജീവിത ചിട്ടകളോട് ഒരിക്കലും വിട പറയുന്ന അവസ്ഥയുണ്ടാകരുത്, അതിന് തടസ്സമുണ്ടാകുന്ന അവസ്ഥയുണ്ടാകരുത്. അങ്ങനെയുള്ള ഒരു ആവേശമാകണം. ഈ കാണിക്കുന്ന ആവേശം ദീനീപരമായ വിഷയങ്ങളിലും ഉണ്ടാകണം. ഇപ്പൊ നമ്മുടെ കുട്ടികളിലും ചെറുപ്പക്കാരിലുമൊക്കെ വളരെ വലിയ ആവേശമാണ് ഈ വിഷയത്തിലുള്ളത്. തെറ്റല്ല, അത് അനുവദനീയമാണ്, കുഴപ്പമുള്ളതല്ല. പക്ഷെ ഈ ഒരു ആവേശം വീണ്ടെടുക്കാൻ ദീനീ മേഖലകളിലേക്ക് കൂടി ഇങ്ങനെ ഒരു ആവേശം ഉണ്ടായി തീരാനുള്ള ശ്രമം നമ്മളിൽ ഉണ്ടാവണം എന്നതാണ് ഈ സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ വളരെ എൻ്റെ ജീവിതത്തിൽ അല്ലാഹു നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയുകയും അതിൻ്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് ഇടപഴകുകയും ചെയ്യുന്ന ശരിയായ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ത്യാഗപൂർണമായ ഒരു ജീവിതം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസത്തോടു കൂടി ഉൾക്കൊള്ളുവാനും പ്രയോഗവൽക്കരിക്കുവാനും കഴിയുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി തരണമേ തമ്പുരാനെ. ഈമാനോടുകൂടി ജീവിക്കുവാനും അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനും കഴിയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.